തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം ആധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് തുടക്കമായി. കോൺക്രീറ്റിംഗിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കല്ലിടലും നിർമ്മാണ ഉദ്ഘാടനവും പി ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരോളിൻ ജെറീഷ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 കോടി രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം കോൺക്രീറ്റിംഗും സ്റ്റാൻഡിന്റെ ഉൾഭാഗത്തെ അറ്റകുറ്റപ്പണികളും 3 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുവരെ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താൽക്കാലിക ബസ് സ്റ്റാൻഡ് സജ്ജമാക്കിയിട്ടുണ്ട്. ശക്തൻ നഗറിന്റെ സമഗ്ര മാറ്റത്തിനായുള്ള ശക്തൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നതോടെ PPP മോഡൽ, CSR ഫണ്ട്, ഓൺ ഫണ്ട് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വടക്കുഭാഗത്തു നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ വടക്കുഭാഗത്തുള്ള റോഡിലേക്ക് പ്രവേശിച്ച് മാതൃഭൂമി ജംഗ്ഷൻ വഴിയാണ് സർവീസ് നടത്തുക. TCV ന്യൂസ്, തൃശൂർ.